യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചില അടയാളങ്ങളുണ്ട്, ചിലത് മറന്നു പോകാതെ ജീവിതം മുഴുവൻ ഓർക്കാൻ വേണ്ടി ഉണ്ടായ അടയാളങ്ങൾ. ഉദാഹരണമായി പൊള്ളലേറ്റ പാടുകൾ, വീണു മുറിവേറ്റ നെറ്റിത്തടം, അപകടത്തിൽപ്പെട്ടു പോയതായ ശരീരഭാഗത്തിൻ്റെ മുറിവിൻ്റെ പാടുകൾ. ഇവയ്ക്കൊക്കെ പലതും നമ്മെ ഓർപ്പിക്കാനുണ്ട്. സൂക്ഷ്മതയോടെ ചെയ്യണമെന്ന് ചില മുറിപ്പാടുകൾ നമ്മോട് പറയുമ്പോൾ, മറ്റു ചിലത് വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നു. യേശുവിൻ്റെ ക്രൂശീകരണവും ക്രൂശിലെ 7 മൊഴികളും നാം ധ്യാനിച്ചു. മുറിവേറ്റ ആണി തറച്ച തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടവരുടെ മരണം വേഗത്തിലാക്കാൻ കാലുകൾ ഒടിക്കുന്നത് പതിവായിരുന്നു. ശ്വാസതടസ്സം വരുമ്പോൾ കാലുകൾ ഊന്നി ശരീരത്തെ അവർ ഉയർത്താതിരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തു പോന്നത്. എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞുവെന്ന് പടയാളികൾക്ക് ബോധ്യം വന്നതിനാൽ അവർ യേശുവിൻ്റെ കാല് ഒടിച്ചില്ല. അവൻ്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ല എന്ന പ്രവചനം നിവൃത്തിയായി വന്നു. എന്നാൽ പട്ടാളക്കാരിൽ ഒരുവൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹൃദയത്തിൻ്റെ പുറമേയുള്ള കവചം തുളച്ച് കയറിയതിനാൽ തന്നെ വെള്ളവും രക്തവും പുറപ്പെട്ടു. യേശുവിൻ്റെ കഷ്ടപ്പാടിനെയും മരണത്തെയും ഇവ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ മോശ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5-5 അധ്യായം 5-6 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. യേശു ക്രൂശിൽ വെച്ച് തന്നെ മരിച്ചുവെന്ന് പടയാളികൾ മനസ്സിലാക്കിയത് രക്തവും വെള്ളവും കണ്ടപ്പോഴാണ്. മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നത് വരെ രക്തത്തിൽ നിന്ന് വെള്ളം വേർപിരിയുന്നില്ല. നമുക്കറിയാം, ബ്ലഡ് ടെസ്റ്റിന് ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ മാത്രമാണ് രക്തവും വെള്ളവുമായി അത് വേർപിരിയുന്നത്. രക്തവും വെള്ളവും ഹൃദയത്തിലും ശ്വാസകോശത്തിലും അടിഞ്ഞുകൂടുന്നു. അതിനാൽ തന്നെ തൻ്റെ ഹൃദയം കുത്തിത്തുളച്ചപ്പോൾ കണ്ട കാഴ്ച പടയാളികൾക്ക് ബോധ്യമായി, യേശു മരിച്ചു കഴിഞ്ഞു എന്ന്. കാലുകളുടെ അസ്ഥി ഒടിക്കാത്തത് പ്രവചന നിവൃത്തിയായതുപോലെ തന്നെ പടയാളികൾ വിലാപ്പുറത്ത് കുത്തിയതും ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. സഖരിയ പ്രവചനം 12 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു: തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. യേശുവിൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം ഇവയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിലുടനീളം കാണാം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമാക്കാർ ക്രൂശീകരണം എന്ന ശിക്ഷാരീതി കണ്ടുപിടിക്കുന്നതിനും മുൻപ് ക്രൂശിലെ നിലവിളി, വേദന ഇവയൊക്കെ ദാവീദ് തൻ്റെ 22-ാം സങ്കീർത്തനത്തിൽ വിവരിച്ചു പറയുന്നുണ്ട്. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശീകരണത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം മുഴുവൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റി വിവരിക്കുന്നുമുണ്ട്. യേശു ക്രിസ്തു ക്രൂശിച്ചൊരിഞ്ഞതായിട്ടുള്ള രക്തത്താൽ ഉണ്ടായ 7 കാര്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമതായി, സാത്താൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എഫേസ്യ ലേഖനം 1 അധ്യായം 7 വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 1 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മൂന്നാമതായി, എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. നാലാമതായി, നാം നീതീകരിക്കപ്പെട്ടു അറിയണം. റോമർക്കെഴുതിയ ലേഖനം 5 അധ്യായം 8 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അഞ്ചാമതായി, നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. എബ്രായർക്കെഴുതിയ ലേഖനം 10 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആറാമതായി, പിശാചിനെ ജയിക്കുവാൻ ഈ രക്തത്താൽ കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചുവെന്ന്. ഏഴാമതായി, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ ഈ രക്തത്തിന് സാധിച്ചു. കൊളോസ്യ ലേഖനം 1 അധ്യായം 13 വാക്യത്തിൽ പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. പ്രിയ ദൈവപൈതലേ, യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ആ രക്തത്താൽ തങ്ങളെ കഴുകുമ്പോൾ വിടുതലും രോഗശാന്തിയും സ്വാതന്ത്ര്യവും പ്രാപിക്കുവാനിടയാകും.
യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കണം. അങ്ങനെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം തുടരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.